Assalamu alaikum. Welcome to Max class. Let's start our class with dua for knowledge. Rabbi yassir wala tuwassir wa tammim bil khair wa bika nasta'inu ya fattahu rabbi sidni ilma. Rabbi sidni ilma. Rabbi sidni ilma. In the previous class we started our new chapter, that is chapter 10, real numbers, and two definitions are there in this chapter. What are they? The distance between any 2 points on the number line is the smaller of the number denoting them, subtracting from the larger. And the second definition we have to study is the midpoint of 2 points on the number line is that point denoted by the half of the sum of the numbers denoting them. So അതിനെ ബേസ് ചെയ്ത് നമ്മൾ ഒരു എക്സസൈസും കവർ ചെയ്തായിരുന്നു. ആൻഡ് ദ സെക്കൻഡ് ടോപ്പിക് ഓഫ് ദിസ് ചാപ്റ്റർ ഈസ് ഓൾജിബ്ര. അപ്പോൾ ഓൾജിബ്ര യൂസ് ചെയ്തിട്ട് നമ്മൾ ഈ ഡിസ്റ്റൻസ് എങ്ങനെ ഡിഫൈൻ ചെയ്യും എന്നുള്ളതാണ്. ഓക്കെ, on the number line the distance between the point denoted by 0 and the point denoted by another number is the absolute value of that number. അതായത് ഒരു നമ്പർ ലൈനിൽ ഒരു നമ്പറും സീറോയും തമ്മിലുള്ള ഡിഫറൻസ്, അതായത് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് അത് ആ ഒരു നമ്പറിൻ്റെ അബ്സല്യൂട്ട് വാല്യൂ എന്ന് നമ്മൾ ഡിനോട്ട് ചെയ്യും. ഓക്കെ, സോ ഫോർ എക്സാമ്പിൾ ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 5 and 0 ഈസ് 5. 5ഉം 0യും തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 5 ആണ്. ദാറ്റ് ഈസ് 5 - 0 അല്ലേ? നമ്മൾ അങ്ങനെയല്ലേ ഡിസ്റ്റൻസ് ഫൈൻഡ് ചെയ്യുന്നത്, 5 - 0. ആൻഡ് സോ അബ്സല്യൂട്ട് വാല്യൂ ഓഫ് 5 ഈസ് 5. സോ അബ്സല്യൂട്ട് വാല്യൂ ഓഫ് 5 എന്ന് പറയുന്നത് എന്താണ്? 5 തന്നെയാണ്. ഇറ്റ് ഈസ് റിട്ടേൺ യൂസിങ് സിമ്പിൾ. നമ്മൾ അബ്സല്യൂട്ട് വാല്യൂവിനെ യൂസ് ചെയ്യുന്നത് ഇങ്ങനെയാണ്, മോഡ് എന്ന് പറയും ഇതിന്, മോഡ് 5. ദാറ്റ് ഈസ് അബ്സല്യൂട്ട് വാല്യൂ ഓഫ് 5 ഈസ് 5 and it is read as absolute value of 5 is equal to 5. And the distance between -8 and 8 is -8 and 0. -8ഉം 0യും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് 8 ആണ്. How will you get that? That is absolute value of എന്താണ് 8 എന്ന് പറയുന്നത് നമ്മൾ ഡിസ്റ്റൻസ്, ഈ അബ്സല്യൂട്ട് വാല്യൂ എന്ന് പറഞ്ഞാൽ ഈ മോഡിനകത്താണ് നമ്മൾ ഫൈൻഡ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് മോഡ് -8 - 0, ദാറ്റ് ഈസ് മോഡ് -8, ദാറ്റ് ഈസ് ഈക്വൽ ടു 8. അതായത് ഈ അബ്സല്യൂട്ട് വാല്യൂ എന്ന് പറയുന്ന ഈ മോഡിനകത്ത് നെഗറ്റീവ് വന്നാലും അത് അതിൽ നിന്ന് വെളിയിൽ പോകുമ്പോൾ എന്തായി മാറും? പോസിറ്റീവായിട്ട് വരും. സോ ദ അബ്സല്യൂട്ട് വാല്യൂ ഓഫ് -8 ഈസ് 8. ദ അബ്സല്യൂട്ട് വാല്യൂ ഓഫ് -7 ഈസ് 7. So using the symbol mod -8 is 8. On the number line the distance between the point denoted by 0 and the point denoted by another number is the absolute value of that number. So നമുക്ക് എക്സിൻ്റെ കേസിൽ പറയുമ്പോൾ the distance between 0 and x on the number line is equal to absolute value of x. അപ്പോൾ എക്സും വേറൊരു 0യും തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്ന അബ്സല്യൂട്ട് വാല്യൂ ഓഫ് എക്സ് ആണ്. ഓക്കെ, അബ്സല്യൂട്ട് വാല്യൂ ഓഫ് എക്സ്, ദാറ്റ് ഈസ് റീഡ് ആസ് അബ്സല്യൂട്ട് വാല്യൂ ഓഫ് എക്സ്. ആൻഡ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പോയിന്റ്സ് ഡിനോട്ടഡ് ബൈ എക്സ് ആൻഡ് വൈ. എക്സ് വൈ എന്ന് പറയുന്ന രണ്ട് പോയിന്റിനെ, എക്സ് അല്ലെങ്കിൽ വൈ എന്ന് പറയുന്ന രണ്ട് പോയിന്റിൻ്റെ ഡിസ്റ്റൻസ് നമ്മൾ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന അബ്സല്യൂട്ട് വാല്യൂ ഓഫ് എക്സ് മൈനസ് വൈ ഓർ absolute value of y minus x. absolute value of x minus y എന്ന് പറഞ്ഞാലും absolute value of y minus x എന്ന് പറഞ്ഞാലും both were the distance between the points denoted by x and y. So we can say that the distance between 2 points on the number line is the absolute value of the difference of the numbers denoting this point. അപ്പോൾ ഒരു നമ്പർ ലൈനിലെ രണ്ട് പോയിന്റ് തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് അബ്സല്യൂട്ട് വാല്യൂ ഓഫ് ദ ഡിഫറൻസ് ഓഫ് ദ നമ്പേഴ്സ് ഡിനോട്ടിങ് ദീസ് പോയിന്റ്സ്. ആ പോയിന്റ്സിനെ ഡിനോട്ട് ചെയ്യുന്ന ആ നമ്പേഴ്സിനെ അതിൻ്റെ അബ്സല്യൂട്ട് വാല്യൂവിൽ അതിൻ്റെ ഡിഫറൻസ് എടുക്കുന്നത് തന്നെയാണ് അത് തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഫോർ എക്സാമ്പിൾ find the distance
find the distance between 1 and -5. 1 ഉം -5 ഉം തമ്മിലുള്ള distance. Okay, so distance between 1 and -5 is equal to absolute value of x minus y, that is absolute value of 1 minus -5, that is equal to absolute value of 1 plus 5, that is equal to absolute value of 6 is equal to 6. Okay, അപ്പോൾ x minus y എന്നുള്ള കേസ് എടുത്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 6 കിട്ടി. Then we can take y minus x, or absolute value of y minus x is equal to, ഇവിടെ y യുടെ സ്ഥാനത്ത് എന്താണ്? -5 അല്ലേ? That is absolute value of -5 minus 1, that is equal to absolute value of -6, that is also equal to 6. So absolute value of x minus y എന്നെടുത്താലും absolute value of y minus x എന്നെടുത്താലും both were the distance between that two points എന്നുള്ളത് നമ്മൾ എന്താണ് ഈ എക്സാമ്പിൾ ചെയ്തപ്പോൾ മനസ്സിലായില്ലേ? അപ്പോൾ നമ്മൾ ഏത് എക്സാമ്പിൾ ആയിരുന്നു? 1 and -5 എന്ന് പറയുന്ന ടു പോയിന്റ്സ് നമ്മൾ എടുത്തു. അത് വെച്ച് ചെയ്തപ്പോൾ we can say that the distance between any 2 points on the number line is absolute value of the difference of the numbers denoting these points. Then we have some activities in page number 164, that is find those x satisfying each of the equations below. അപ്പോൾ തന്നിരിക്കുന്ന ഇക്വേഷൻസിൽ എന്ത് കണ്ടുപിടിക്കണം? find those x satisfying each of the equations. Equation satisfy എന്ന രീതിയിൽ xന്റെ വാല്യൂ കണ്ടുപിടിക്കണം. ഓക്കെ, first sub question, absolute value of x minus 1 is equal to absolute value of x minus 3. Absolute value of x minus 1 is equal to absolute value of x minus 3, that is absolute value of x minus 1 means the difference, means the distance between x and 1. Okay, absolute value of x minus 1 means the distance between x and 1, and absolute value of x minus 3 means the distance between x and 3. അപ്പോൾ absolute value of x minus 1 എന്ന് പറയുന്നത് എക്സും 1ഉം തമ്മിലുള്ള ഡിസ്റ്റൻസും, absolute value of x minus 3 എന്ന് പറയുന്നത് എക്സും 3ഉം തമ്മിലുള്ള ഡിസ്റ്റൻസിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. given that the distance between x and 1 and the distance between x and 3 are equal, അതായത് നമുക്ക് ഇത് തമ്മിലുള്ള ഡിസ്റ്റൻസ് ഈക്വൽ ആണെന്നാണ് ഇവിടെ തന്നിരിക്കുന്നത് അല്ലേ? അത് തമ്മിലുള്ള ഡിസ്റ്റൻസ് ഈക്വൽ ആവുമ്പോൾ we can say that the position of x is in the midpoint of the points denoting 1 and 3. അതായത് ഇത് തമ്മിലുള്ള ഡിസ്റ്റൻസ് ഈക്വൽ ആണെങ്കിൽ we can say that ഈ x എന്ന് പറയുന്നത് 1ൻ്റെയും 3യുടെയും ഒരു മിഡ് പോയിന്റ് ആയിട്ട് വരും എന്ന് നമുക്ക് പറയാം അല്ലേ? സോ ആ എക്സിൻ്റെ വാല്യൂ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കും? മിഡ് പോയിന്റ് ഓഫ് എക്സ് ഈസ് ദ മിഡ് പോയിന്റ് ഓഫ് 1 and 3. അപ്പം മിഡ് പോയിന്റ് കാണുന്ന ഇക്വേഷൻ എന്തായിരുന്നു? ഹാഫ് ഓഫ് 1 പ്ലസ് ഹാഫ് ഓഫ് ദ സം ഓഫ് ദ പോയിന്റ്സ് അല്ലേ? ദാറ്റ് ഈസ് ഹാഫ് ഓഫ് 4 is equal to 2. So the value of x is 2. So the position of x is in between 1 and 3, that is 2 is the point. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ഫൈൻഡ് ചെയ്യുന്നത്? absolute value of xും xന്റെ വാല്യൂവും ഫൈൻഡ് ചെയ്യുന്നത്. then we have some more problems based on this that we can do in the next class. Today's class is over. Assalamu alaikum.